സംസ്ഥാന വ്യാപകമായി സമരം കടുപ്പിക്കാൻ ആശമാരുടെ സംഘടന കേരള ആശാ ഹെൽത്ത് വർക്ക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് ആലപ്പുഴ, മലപ്പുറം കളക്ടറേറ്റുകളിലേക്ക് മാർച്ച് നടത്തും. കോൺഗ്രസ് പഞ്ചായത്ത് ഓഫീസുകളിൽ ആരോഗ്യവകുപ്പിന്റെ സർക്കുലർ കത്തിക്കും. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് മാർച്ച് നടത്തും. സർക്കാരിനെതിരെ ആശമാരുടെ സമരത്തിന് ബദലായി CITU ആശമാരെ അണിനിരത്തി നാളെ തിരുവനന്തപുരത്ത് സമരം നടത്തും. സ്വാന്തന സാജു ചേരുന്നു. സ്വാന്തന, ആശമാർ കടുപ്പിക്കുന്നു, വലിയ പിന്തുണയുണ്ട്, പല സംഘടനകളുടെയും പിന്തുണയുണ്ട്. എന്നാൽ CITU പോലെയുള്ള ആശമാരുടെ തന്നെ സംഘടനകൾ വിട്ടുനിൽക്കുന്നുണ്ട്. ബദൽ സമരവുമായിട്ടൊക്കെ പോകാം എന്നൊക്കെയുള്ള പ്ലാനുകളുമുണ്ട്. എത്രത്തോളം കടുത്ത പ്രതിഷേധത്തിലേക്കാണ് ആശമാരുടെ പ്രതിഷേധം ഇല്ലെങ്കിൽ സർക്കാരിനെതിരായ സമരം മാറുന്നത്? കഴിഞ്ഞ 18 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശമാർ നടത്തിവരുന്ന ഈ സമരം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് സംഭവ വികാസങ്ങൾ പല ആളുകളും ഐക്യദാർഢ്യവുമായി എത്തുന്നുണ്ട് എങ്കിൽ പോലും നിയമ നടപടികൾ ഇവർക്കെതിരെ ഉണ്ടാകുന്നു. അതുമാത്രമല്ല പലതരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നു, അതൊന്നും വരുന്നില്ല. അതുമാത്രമല്ല പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുമ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും CITU നേതാവായ എളമരം കരീമിന്റെ ഭാഗത്തു നിന്നുമൊക്കെ വിവിധ തരത്തിലുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ പല തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വരുമ്പോഴും ഇപ്പോഴും നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് അവസാന ദിവസമായി ഇന്ന് പോലും ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ ഏറ്റവും അവസാനമായി ആശാ വർക്കർമാർ പറയുന്നത് ഈ സമരം നടത്തുന്ന ആശാ നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ ആശാ വർക്കർമാർക്കെതിരെ ഭീഷണിയുമായി CITU പ്രവർത്തകർ അവരുടെ വീട് കയറുകയാണ് എന്നുള്ള ഒരു ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ വക്കം ചിറയൻകീഴ് പ്രദേശത്തുള്ള ആശമാരുടെ വീടുകളിലേക്ക് ഈ CITU പ്രവർത്തകരും അതുപോലെ തന്നെ CPM ലോക്കൽ നേതാക്കളും ഒക്കെ എത്തി എത്രയും പെട്ടെന്ന് ഈ സമരം അവസാനിപ്പിക്കണമെന്നുള്ള ഒരു ഭീഷണി മുഴക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു കാര്യം തന്നെയാണ്. ഇവർ ഇപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്താണ് ഈ ഭീഷണി ഉണ്ടായിരിക്കുന്നത്? ചേച്ചി, എന്താണ് ഇപ്പോൾ ഭീഷണി ഉണ്ടായിരിക്കുന്നത്? ഇപ്പോൾ ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന വാർത്ത, പഞ്ചായത്ത് മെമ്പർമാര് ഇന്നിപ്പോ ഈ സമരത്തെ പൊളിക്കാൻ വേണ്ടി എല്ലായിടത്തും 2 മണിക്ക് പഞ്ചായത്തിൽ ഹാജരാകണമെന്ന് അല്ലെങ്കിൽ പഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് എല്ലാ റെക്കോർഡ്സുമായിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ ആശമാർ അത് ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീട് കയറി ഭീഷണിപ്പെടുത്തുന്നത് എന്താണ്? എവിടെയൊക്കെയാണ് അത്തരത്തിലുള്ള ഭീഷണി ഉണ്ടായിരിക്കുന്നത് ആശമാർക്ക് നേരെ? സംസ്ഥാനം എമ്പാടുമുണ്ട്. ഞങ്ങൾക്ക് ഇന്നലെ വൈകുന്നേരം വക്കത്തു നിന്നാണ്, തിരുവനന്തപുരത്ത് വക്കം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അങ്ങനെ ഒരു വിളി വന്നത്. അവിടെ പ്രാദേശിക നേതാക്കൾ ചെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളാണ് ജോലി വാങ്ങിത്തന്നത്, അത് അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ ജോലിയിൽ നിന്ന് പുറത്താക്കും, അതുകൊണ്ട് സമരത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഒരിക്കലും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഭീഷണി. ഈ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന്, തിരിച്ച് ജോലിയിൽ പ്രവേശിക്കണമെന്ന്. ആരാണ് ഈ ഭീഷണിപ്പെടുത്തുന്നത്? പ്രാദേശിക CPM CITU നേതാക്കളാണ്. പക്ഷെ ഇത് പറയുമ്പോഴും ഈ 3 മാസത്തെ കുടിശ്ശിക തീർത്തു കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ നാളെ CITU ബദലായിട്ട് AGS ഓഫീസിലേക്ക് ഒരു സമരം നടത്തുന്നുണ്ട്. അപ്പോൾ അതിനോട് എന്താണ് പറയാനുള്ളത്? അവർ നടത്തട്ടെ, കാരണം ഒരു സംഘടനയില്ലേ, അവർക്ക് എന്തെങ്കിലും അജണ്ട കാണുമായിരിക്കും, അവർ നടത്തിക്കോട്ടെ. അത് ബദലെന്ന് പറയാനില്ല, കാരണം ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങളൊന്നും ഡിമാൻഡുകളൊന്നും അവർ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് ബദലെന്നില്ല, അവരും ഒരു സമരം നടത്തുന്നു, അത്രേ ഉള്ളൂ. ധന്യ, ഇതാണ് പ്രധാനമായും ഇതിപ്പോൾ ഇവരുടെ സമരത്തിന് ബദലായിക്കൊണ്ട് നാളെ CITU നേതാക്കൾ AGS ഓഫീസിലേക്ക്, ഇവർ സമരം നടത്തുന്ന ഈ ഒരു പ്രദേശത്തിന് തൊട്ടപ്പുറത്തായിട്ടാണ് AGS ഓഫീസ് ഉള്ളത്, അങ്ങോട്ടേക്കാണ് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള രീതിയിൽ ഈ സമരം പൊളിക്കാനാണെങ്കിലും ഈ സമരവുമായി മുന്നോട്ട് പോകാതിരിക്കാനാണെങ്കിലും ശരി സ്വാന്തന.